അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മനഃശാസ്ത്ര പഠനം അധ്യായം 15 ഭാഗം 4. വിഷയം തിരിച്ചറിവ്, അറിയുന്നതും അറിയാത്തതും. 4ാമത്തെ ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത്. ഇന്നിൻ്റെ ലോകത്ത് ധാരാളം പേർ വിദ്യ അഭ്യസിക്കുന്നുണ്ട്. എല്ലാവരും പഠിക്കുന്നുണ്ട്. എന്തിനാ പഠിക്കുന്നത്? അത് അറിയണം. എന്തിനാ പഠിക്കുന്നത് എന്ന്. എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? എന്താണ് നമ്മൾ പഠിക്കുന്നത്? അത് നമ്മൾ അറിയണം, അറിഞ്ഞേ പറ്റൂ. അങ്ങനെ അറിയാതെ പഠിക്കുമ്പോൾ നാം പഠിക്കുന്ന പാഠഭാഗങ്ങൾ നമുക്ക് മനസ്സിലാവാതെ പോകും. ഇനി പഠനമാണെങ്കിലും വേറെ എന്ത് കാര്യമാണെങ്കിലും നാം അറിയണം, അറിഞ്ഞു പഠിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അധിക പേർക്കും ആർക്കും ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്നത്തെ കാലത്ത്, ഇല്ലേ? അത് വലിയ ഒരു പ്രശ്നമാണ്. ഇതിൻ്റെ കാരണം നാം നോക്കുന്നവരൊക്കെ നമ്മുടെ സ്വന്തം ദൃഷ്ടിയിൽ ഏതെങ്കിലും ചില നന്മയുടെ ഗുണങ്ങൾ ഇല്ലാത്തവരായിരിക്കും, ഇല്ലേ? നമ്മൾ നോക്കുമ്പോൾ പലർക്കും നന്മയുടെ ഗുണങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ എന്താ അതിൻ്റെ കാരണം എന്നറിയോ? ഈ നോക്കുന്ന ആൾക്ക് ആദ്യം നന്മയുടെ ഗുണങ്ങൾ വേണം. എന്നാലാണ് അവർക്ക് മറ്റുള്ളവരിലേക്ക് നോക്കുമ്പോൾ നന്മ കാണുകയുള്ളൂ. നേരെ മറിച്ച് നോക്കുന്ന കക്ഷിക്ക് നന്മയുടെ അംശമില്ലെങ്കിൽ, തിന്മയുടെ അംശമാണ് ഉള്ളത് എങ്കിൽ, ഈ തിന്മയുടെ അംശം കൊണ്ട് നോക്കുമ്പോൾ ഇയാൾ നോക്കുന്ന എല്ലാ ഭാഗത്തും തിന്മയാകാണ്. ഉദാഹരണം, പണ്ടൊക്കെ പറയാറുണ്ടെന്ത്, മഞ്ഞപ്പിത്തം ഉള്ള ആൾ, അപ്പോൾ ഇയാൾ നോക്കുന്നതൊക്കെ മഞ്ഞയായിരിക്കും എന്നതുപോലെ നമ്മുടെ നന്മയുടെ ആളാണെങ്കിൽ നാം നോക്കുന്നതൊക്കെ നന്മയായിരിക്കും. നേരെ മറിച്ച് നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ അകത്ത് തിന്മയുടെ അംശമുള്ളത് കൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ പറ്റാത്തത്. അതുകൊണ്ട് നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നന്മ നിറയ്ക്കുക, നന്മ മരങ്ങളാവുക, നന്മ നിറയ്ക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ നന്മയിലൂടെ കാണാൻ പറ്റും. നന്മയിലൂടെ കാണാൻ പറ്റുമ്പോൾ പിന്നെ അവിടെ തിന്മയ്ക്ക് സ്ഥാനമില്ലല്ലോ. അപ്പം എന്ത് ചെയ്യും? നന്മയിലൂടെ നോക്കുന്ന ആൾ എല്ലാവരോടും നന്മയെ പ്രവർത്തിക്കൂ, നന്മയെ സംസാരിക്കൂ, നന്മയെ ചെയ്യൂ. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടും അതേപോലെ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് നമ്മൾ തിന്മയിലൂടെ കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ തിന്മയിലൂടെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ സംസാരം അങ്ങനെയാകും, പെരുമാറ്റം അങ്ങനെയാവും. അപ്പോൾ ഇങ്ങോട്ടും അതേപോലെ തന്നെ ആവും. അപ്പം അതുകൊണ്ട് നാം എന്താക്കണം? എല്ലാവരോടും നല്ല നിലയ്ക്ക് പെരുമാറാൻ ആദ്യം പഠിക്കണം. നമ്മുടെ 2ാമത്തെ വിഷയം തന്നെ അതാണ്. ഏത്? തിരിച്ചറിവ്, അറിയുന്നതും അറിയാത്തതുമാണ്. അപ്പം തിരിച്ചറിവ് പഠനത്തിലൂടെ ലഭിക്കുക എന്നതാണ് നമ്മുടെ 2ാമത്തെ വിഷയം തന്നെ. തിരിച്ചറിവ് സ്വന്തമായി അറിയുന്നതും പിന്നെ പഠിച്ചറിയുന്നതുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് പഠിച്ച് അറിയുന്ന വിഷയങ്ങളാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്വന്തമായി നമുക്ക് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുണ്ട്. ആ മനസ്സിലാക്കുന്നത് സാഹചര്യം നോക്കിയിട്ടാണ്.
സാഹചര്യം നോക്കിയിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഈ മനുഷ്യൻ്റെ അകത്ത് നല്ലൊരു മനസ്സ് വേണം, ഉണ്ടായാൽ മതി. നല്ലൊരു മനസ്സുണ്ടായാൽ മതി. അപ്പം തന്നെ സാഹചര്യം, ചുറ്റുപാട് ഇതെല്ലാം നോക്കിയിട്ട് വിലയിരുത്തി സംസാരിക്കാനും പെരുമാറാനുമൊക്കെ കഴിയും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്കാരെയും ആക്രമിക്കാൻ കഴിയില്ല, നമുക്കാരെയും ചീത്ത വിളിക്കാൻ കഴിയില്ല. അപ്പോൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമകളായി നാം മാറണം. അതേപോലെ തിരിച്ചറിവ്, സ്വയം അറിയുക, അതല്ലെങ്കിൽ നാം പഠിച്ചിട്ട് അത് അറിയുക. ഇതാണ് നമ്മുടെ ഈ 15ാമത്തെ ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് നൽകാവുന്ന ക്ലാസ്. അല്ലാഹു തആല പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.